അങ്ങനെ പരിഷ്കരിച്ച GST ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ, ചെറുവാഹനങ്ങൾ, അവശ്യ മരുന്നുകൾ എന്നിവയ്ക്കൊക്കെ വില കുറയുമെന്നാണ് GST കൗൺസിൽ വിലയിരുത്തുന്നത്. നമുക്ക് ഓരോ ഇടങ്ങളിൽ നിന്ന് രാഹുൽ ജിനാഥ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. കാരണം രാഹുൽ, നേരത്തെ നമ്മൾ പഴംപൊരിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അത് നേരത്തെ വിലയും ഇപ്പോഴത്തെ വിലയും അങ്ങനെ മാറ്റമൊന്നുമില്ല എന്ന്. പക്ഷേ എങ്കിലും ഭക്ഷ്യ സാധനങ്ങളിലൊക്കെ കാര്യമായ ഹോട്ടലിലെ കൂടിയ ഇനം ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ വിലയിൽ വലിയ വ്യത്യാസം സംഭവിക്കും. എങ്ങനെയാണ് അത് ഒരു കടയിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധാരണക്കാരന് നേരിട്ട് പൈസ കൊടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നത്? എന്തായാലും ആ ധാരണയിലേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ നമ്മളുള്ളത് ഒരു മെഡിക്കൽ സ്റ്റോറിന് മുന്നിലാണ്. മരുന്നുകളുടെ വിലയെപ്പറ്റി ഇന്ന് രാവിലെ നമ്മൾ സമഗ്രമായ റിപ്പോർട്ട് കൊടുത്തതാണ്. അതായത് 34 ഇനം മരുന്നുകൾക്ക് GST ഒഴിവാക്കുകയാണ്. ഒപ്പം 12% വിലയുണ്ടായിരുന്നതിൽ അത് 7%ലേക്ക് പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് മരുന്ന് വാങ്ങിയ കുറച്ച് ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അമ്മ, എന്തായാലും മരുന്നിന് ഇപ്പം വിലക്കുറവുണ്ട്, അത് ആശ്വാസം തന്നെയാണോ? പിന്നെ ആശ്വാസമല്ലേ, സാധനത്തിനെല്ലാം വില കൂടുതലേ. അപ്പം അത്രത്തോളം കുറയോ അത്രത്തോളം മനുഷ്യർക്ക് നല്ലതാണ്. ഈ തീരുമാനം അത് ആശ്വാസമാകുന്നുണ്ട്. പിന്നെ പാവങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. മെഡിക്കൽ സ്റ്റോറിൽ ഇന്ന് രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയിരുന്നു. സാധനം വാങ്ങിക്കാൻ തന്നെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ആശ്വാസം തന്നെയാണ് എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ 12% നിന്ന് 7%ലേക്ക് വരികയാണ്. എന്നാലും നിലവിലുള്ള സ്റ്റോക്കുകൾക്ക് ഇത് ബാധകമാണ്. ഇപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഈ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറിലെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ മാറ്റി ആ വിലയിൽ ആ വ്യത്യാസവും കാണുന്നുണ്ട്. ചേച്ചി, ഈ GST മാറ്റം വന്നു, പരിഷ്കരണം വന്നപ്പോഴേ വിലയിൽ മാറ്റമുണ്ടല്ലേ? വിലയിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കിൽ ഇപ്പോൾ GST ചേഞ്ചായി വന്നു. 12%. നമുക്ക് എല്ലാ മെഡിസിനും 12%ലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ 5%ലോട്ടായി. അപ്പോൾ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയറിൽ നിന്നും അതെല്ലാം ചേഞ്ച് ചെയ്ത് 5%ലോട്ടാക്കി. ആ ഒരു മാറ്റം ബുദ്ധിമുട്ടായോ അതോ നമുക്ക് ടെക്നിക്കലി കുറച്ച് നഷ്ടം ഉണ്ടാവും. പിന്നെ കസ്റ്റമേഴ്സിന് ലാഭമാണ്, പക്ഷേ കടയിൽ നിന്ന് ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ച് നഷ്ടമാണ്. നമുക്ക് സ്റ്റോക്ക് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന പ്രോഡക്ട്സിനൊക്കെ നഷ്ടം വരുന്നുണ്ട്. ഈ വരുന്ന ആളുകൾ അത്ഭുതപ്പെടുന്നുണ്ടോ വില കുറവാണെന്ന് കേൾക്കുമ്പോൾ? ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും വിലക്കുറവ് ഇപ്പം കടയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളെ സംബന്ധിച്ച് ആശ്വാസമാണ് വിലക്കുറവ്. അതെ അല്ലേ? 12% 5% മാറല്ലേ. അപ്പൊ നമ്മൾ ആസ് എ കസ്റ്റമർ നോക്കുകയാണെങ്കിൽ ലാഭം, ഷോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അത് തന്നെയാണ്. അതായത് റോളുകൾ മാറുമ്പോൾ ലാഭം നഷ്ടമാവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സ്റ്റോക്ക് തീരുന്നത് വരെ ഉണ്ടാകും. ആ സ്റ്റോക്ക് എന്തായാലും അതിന് പ്രതിവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിലുള്ള സ്റ്റോക്ക് അത്ര കുറച്ച് കൊടുക്കുമ്പോൾ ഈ ആദ്യം വാങ്ങിയ പൈസയിൽ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണെങ്കിലും അങ്ങനെ മരുന്നുകൾക്ക് 12% നിന്ന് കുറയുന്നു. ഒപ്പം ചില മരുന്നുകൾ, അതായത് ക്യാൻസർ, ഹീമോഫീലിയ, പിന്നീട് സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി പോലുള്ള മരുന്നുകളുടെ GST പൂർണ്ണമായി ഇല്ലാതാകുന്നു എന്ന തരത്തിലേക്ക് രോഗികൾക്ക് കുറച്ചുകൂടി മരുന്ന് ആക്സസബിൾ ആകുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറെ കൂടി മരുന്ന് വാങ്ങാനുള്ള ഒരു ശേഷിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു മാറ്റം. ആ മാറ്റം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ചില ആളുകൾ വരുമ്പോൾ മരുന്നിന് വില കുറഞ്ഞോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും സോഫ്റ്റ്വെയർ ഉൾപ്പെടെ മെഡിക്കൽ സ്റ്റോറുകളുടെ സോഫ്റ്റ്വെയർ മാറ്റിയിട്ടുണ്ട്. അതായത് നിലവിലുള്ള സ്റ്റോക്കുകൾക്കും ഈ മാറ്റം, ഈ GSTയിൽ വന്ന പരിഷ്കാരം, ആ വിലയുള്ള മാറ്റം ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. ദിവിഷ്.